Hi students, good morning all of you. നിങ്ങളെല്ലാവരും ഒന്നാമത്തെ ചാപ്റ്റർ റീപ്രൊഡക്ഷൻ ഓർഗാനിക്സ് എന്ന് പറയുന്ന ഫസ്റ്റ് ചാപ്റ്റർ ബോട്ടണിയിൽ നിങ്ങൾ ഏകദേശം പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതിൽ നിങ്ങൾ കാര്യമായിട്ട് പഠിച്ചത് എന്താണ് റീപ്രൊഡക്ഷൻ, അതിൻ്റെ രണ്ട് ടൈപ്സ്, അതിൽ മെയിനായിട്ടും സെക്ഷുവൽ റീപ്രൊഡക്ഷൻ എന്താണ്, ആ സെക്ഷുവൽ റീപ്രൊഡക്ഷനിലെ മേജർ ഈവൻറ്റുകൾ എന്തെല്ലാം, ഏതൊക്കെയാണ് നമ്മുടെ സെക്ഷുവൽ റീപ്രൊഡക്ഷനിലെ മേജർ ഈവൻറ്റ്സ്, പ്രീ ഫെർട്ടിലൈസേഷൻ ഈവൻറ്റ്സ്, ഫെർട്ടിലൈസേഷൻ ആൻഡ് പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഈവൻറ്റ്സ്. ഇതെല്ലാവർക്കും പറഞ്ഞ കാര്യമാണല്ലോ. ഇത് നമ്മൾ പോകുന്നത് സെക്കൻഡ് ചാപ്റ്ററിലേക്കാണ്. അപ്പോൾ സെക്കൻഡ് ചാപ്റ്ററാണ് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ്. സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ് നമ്മുടെ സെക്കൻഡ് ഇയർ ടോപ്പിക്കിൽ ഒരു ലെങ്തി ചാപ്റ്ററാണ് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ് എന്ന് പറയുന്നത്. ഏകദേശം 5 മാർക്കാണ് ഇതിൻ്റെ വെയിറ്റേജ്. ഏകദേശം 5 മാർക്കാണ് ഇതിൻ്റെ എക്സാമിന് സാധാരണ ചോദിക്കുന്നത്. കൂടാതെ പ്രാക്ടിക്കലിന് നമുക്ക് 2 മാർക്കും അതിൽ കിട്ടും. ഓക്കെ, ഇതിൽ മെയിനായിട്ട് നമുക്കുള്ളത് നിങ്ങൾ സെക്ഷുവൽ റീപ്രൊഡക്ഷനിൽ ഇവൻറ്റ് പഠിച്ചതുപോലെ ആൻജിയോസ്പേം എന്ന് പറയുന്ന ഫ്ലവറിംഗ് പ്ലാന്റിൽ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ആ 3 ഈവൻ്റായിട്ട് പഠിക്കണം. പ്രീ ഫെർട്ടിലൈസേഷൻ ഈവൻറ്റ്, ഫെർട്ടിലൈസേഷൻ ആൻഡ് പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഈവൻറ്റ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഫ്ലവറിംഗ് പ്ലാന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ഇയർ കേട്ടതാണ്. ആൻജിയോസ്പേമിൻ്റെ പേരാണ് ഫ്ലവറിംഗ് പ്ലാന്റ്സ്. ഈ ആൻജിയോസ്പേമിനെ കുറിച്ച് നമ്മൾ പ്ലാന്റ് കിങ്ഡത്തിൽ പഠിച്ചിട്ടുണ്ട്. ആൻജിയോസ്പേം എന്താണ്, അല്ലെങ്കിൽ ഫ്ലവറിംഗ് പ്ലാന്റ് എന്താണ്, അതിൻ്റെ മെയിൻ ക്യാരക്ടേഴ്സ് എന്തെല്ലാമാണ്, അതിൻ്റെ റിപ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട് റീപ്രൊഡക്റ്റീവ് ഓർഗൻ ഏതാണ്, ദെൻ അതിലെ മെയിൽ ആൻഡ് ഫീമെയിൽ ഗ്യാമറ്റോഫൈറ്റുകൾ എന്താണ്, മൈക്രോസ്പോർ എന്താണ്, മെഗാസ്പോർ എന്താണ്, ഇതെല്ലാം നമ്മൾ പ്ലാന്റ് കിങ്ഡത്തിൽ പഠിച്ചിട്ടുണ്ട്. അതുപോലെ ഗ്യാമറ്റോഫൈറ്റ്, സ്പോറോഫൈറ്റ് പഠിച്ചിട്ടുണ്ട്. ദെൻ മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ് എന്ന് പറയുന്ന 3rd ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആൻജിയോസ്പേമിൻ്റെ ഫ്രൂട്ടിനെ കുറിച്ചും സീഡിനെ കുറിച്ചും ഫ്ലവറിനെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ട്. ഈ 2 കാര്യങ്ങൾ നമുക്ക് ആവശ്യമുണ്ട് ഇതിൽ ചില ടോപ്പിക്കുകൾ. അപ്പോൾ അതിൽ കാര്യമായിട്ട് നമുക്ക് പ്രീ ഫെർട്ടിലൈസേഷൻ ഈവൻ്റ് ആണ് കൂടുതൽ ഉണ്ടാവുക, അല്ലാതെ ഫെർട്ടിലൈസേഷനും പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഈവൻറ്റുകളും വളരെ കുറവായിരിക്കും. നമുക്ക് അറിയണം പോയിന്റുകൾ തന്നെയാണ്. അപ്പോൾ നമുക്കറിയാം ആൻജിയോസ്പേം എന്ന് പറയുന്ന പ്ലാന്റിൻ്റെ റീപ്രൊഡക്റ്റീവ് ഓർഗനാണ് ഫ്ലവർ എന്ന് പറയുന്നത്. ഫ്ലവർ ഈസ് ദ റീപ്രൊഡക്റ്റീവ് ഓർഗൻ ഓഫ് ആൻജിയോസ്പേം. ഫ്ലവർ ഈസ് ദ റീപ്രൊഡക്റ്റീവ് ഓർഗൻ ഓഫ് ആൻജിയോസ്പേം. ഫ്ലവറിൻ്റെ സ്ട്രക്ചർ നമുക്ക് എല്ലാവർക്കും അറിയാം, എങ്കിലും ഞാനൊന്ന് വരക്കാം. ഓക്കെ, നമ്മൾ ഫസ്റ്റ് ഇയർ മോർഫോളജിയിൽ പഠിച്ചാണ് ഫ്ലവറിൻ്റെ സ്ട്രക്ചർ. ആ ഫ്ലവറിൻ്റെ സ്ട്രക്ചറിൽ നമുക്കുള്ള ഫ്ലവറിൻ്റെ ഞെട്ടിയുണ്ട്, പെഡിസൽ എന്ന് പറയാം. അതിൻ്റെ ടിപ്പിൽ തലാമസ് എന്ന് പറയുന്ന റീജിയൻ കാണാം. ആ തലാമസിൽ നിന്നാണ് 4 ഫ്ലോറൽ ഓർഗൻസ് ഉള്ളത്. ഏറ്റവും പുറത്തുള്ള ഫ്ലോറൽ ഓർഗനാണ് സെപ്പൽ എന്ന് പറയാം. ആ സെപ്പൽ കാണുന്ന വേളിൻ്റെ പേരാണ് കാലിക്സ് എന്ന്, കാലിക്സ്. രണ്ടാമത്തെ കളേർഡ് വേളാണ് നമുക്കറിയാം പെറ്റൽ. രണ്ടാമത്തെ ഓർഗനാണ് പെറ്റൽ, അത് കളേർഡ് വേളാണ്, നമ്മൾ കൊറോള എന്ന് പറയും. 3rd ഓർഗനാണ് സ്റ്റേമൺ എന്ന് പറയുന്ന മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ. ആ സ്റ്റേമൺ വരുന്ന വേളാണ് ആൻഡ്രീഷ്യം, ആൻഡ്രീഷ്യം. ദെൻ ലാസ്റ്റ് ഓർഗനാണ് പിസ്റ്റിൽ അല്ലെങ്കിൽ കാർപ്പൽ എന്ന് പറയുന്നത്. അത് വരുന്ന വേളാണ് ഗൈനീഷ്യം. You are very familiar with the structure of flower. You know there are 4 floral organ: sepal, petal, stamen and pistil. They are arranged in 4 whorls. Out of the 4 whorls, 2 whorls is called essential whorls. Essential whorls. ഏതൊക്കെ എസെൻഷ്യൽ വേളുകൾ? എസെൻഷ്യൽ വേളുകളായിരിക്കും ആൻഡ്രീഷ്യവും അതേപോലെ ഗൈനീഷ്യവും. ആൻഡ്രീഷ്യം ആൻഡ് ഗൈനീഷ്യം. Why they are called essential whorls? Because it contains the reproductive organ. Andrecium contains the male reproductive organ stamen. Gynecium contains the female reproductive organ pistil. That is why it is called essential whorls. Whereas both the corolla and calyx and corolla are called non-essential whorls. Calyx and corolla are called non-essential whorls. Non-essential whorls. Non-essential whorls are calyx and corolla because they have no definite role in reproduction, but they help in reproductive activity. For example, attract pollinators and also protect sex organ. But essential whorls non-essential whorls, andrecium gynecium ആണ് essential whorls, non-essential whorls ആണ് calyx and corolla. ഇനി ഈ ഫ്ലവർ ആൻജിയോസ്പേമിൻ്റെ റീപ്രൊഡക്റ്റീവ് ഓർഗൻ ആണെങ്കിലും ഈ ഫ്ലവർ എന്ന് പറയുന്നത്
നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു പ്ലാന്റ് ഓർഗനാണ് ഫ്ലവർ എന്ന് പറയുന്നത്. കാരണം നമ്മുടെ ഒരുപാട് ആക്ടിവിറ്റി, നമ്മുടെ സിമ്പിൾ ഓഫ് ലവ് ആയിട്ട്, അല്ലെങ്കിൽ അഫെക്ഷന്, അല്ലെങ്കിൽ ഹാപ്പി, ഇതിൻ്റെയൊക്കെ സിമ്പിൾ എടുക്കുന്ന ഫ്ലവറാണ്. അതുമാത്രമല്ല, ഫ്ലവറിന് ഒരുപാട് വാല്യൂസ് ഉണ്ട്. കൾച്ചറൽ വാല്യൂസ് ഉണ്ട്, സ്പിരിച്വൽ വാല്യൂസ് ഉണ്ട്, ഈസ്തറ്റിക് വാല്യൂ ഉണ്ട്, എക്കണോമിക് വാല്യൂ ഉണ്ട്. ഇതുകൊണ്ടാണ് നമ്മൾ അഗ്രികൾച്ചർ പർപ്പസിന് വേണ്ടി നമ്മൾ ഫ്ലവർ ഈൽഡിങ് പ്ലാന്റ്സിനെ കൾട്ടിവേറ്റ് ചെയ്യാറുണ്ട്. ആ ഒരു പ്രോസസ്സിനാണെന്ന് പറയുക ഫ്ലോറിക്കൾച്ചർ. ടെക്സ്റ്റ് ബുക്കിൽ ചോദിക്കുന്നുണ്ട് വാട്ട് ഈസ് ഫ്ലോറിക്കൾച്ചർ എന്ന്. അപ്പോൾ ഫ്ലോറിക്കൾച്ചർ മീൻസ് ടെക്നിക് ഓഫ് ഗ്രോയിങ് അല്ലെങ്കിൽ ഫാമിംഗ് ഫ്ലവർ ഈൽഡിങ് പ്ലാന്റ്സ്. ഫ്ലവർ ഈൽഡിങ് പ്ലാന്റ്സിനെ ഗ്രോ ചെയ്യുന്ന അല്ലെങ്കിൽ കൾട്ടിവേറ്റ് ചെയ്യുന്ന ടെക്നിക്കിനാണെന്ന് പറയുക ഫ്ലോറിക്കൾച്ചർ. ഇത്ര പറഞ്ഞ ഇൻട്രൊഡക്ഷനാണ്. അതിൽ മെയിനായിട്ടും ഫ്ലവർ എന്താണ്, ആ ഫ്ലവറിൻ്റെ 4 മേജർ പാർട്ടുകൾ. അതിൽ മെയിനായിട്ട് നമുക്ക് ഓർത്തിരിക്കേണ്ടത് മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗനായ സ്റ്റേമൺ, ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗനായ പിസ്റ്റിൽ. അതുപോലെ എസെൻഷ്യൽ വേർഡ് ഉണ്ടോയെന്ന് ഓർക്കുക, നോൺ എസെൻഷ്യൽ വേർഡ് ഓർക്കുക. പിന്നെ ബുക്കിൽ ചോദിക്കുന്ന വാട്ട് ഈസ് ഫ്ലോറിക്കൾച്ചർ. ഫ്ലോറിക്കൾച്ചർ ഇറ്റ് ഈസ് ദ ടെക്നിക് ഓഫ് ഗ്രോയിങ് ഫ്ലവർ ഈൽഡിങ് പ്ലാന്റ്സ്. നൗ വി ആർ ഗോയിങ് ടു ദ ഫസ്റ്റ് ടോപ്പിക്, the pre-fertilization structures and events. Pre-fertilization events എല്ലാവർക്കും അറിയാം. Events occurs before fertilization. ഇവിടെ നമ്മൾ പ്ലാന്റിൽ ആയതുകൊണ്ട് പ്ലാന്റിൽ 2 സൈഡ് നോക്കണം, മെയിൽ സൈഡും നോക്കണം, ഫീമെയിൽ സൈഡും. അപ്പോൾ മെയിൽ സൈഡിലാണ് സ്ട്രക്ചർ ഓഫ് സ്റ്റേമൺ, സ്ട്രക്ചർ ഓഫ് മൈക്രോസ്പൊറാഞ്ചിയം, ദെൻ മൈക്രോസ്പോറോജെനസിസ് ആൻഡ് ആൾസോ ഡെവലപ്മെന്റ് ഓഫ് മെയിൽ ഗാമറ്റോഫൈറ്റ്. അതിൽ നമ്മൾ ഫസ്റ്റ് നോക്കേണ്ടത് സ്റ്റേമൺ ആണ്. Stamen. You know that stamen is the male reproductive organ of angiosperm. Stamen is the male reproductive organ of angiosperm. Each stamen consists of two parts. Each stamen consists of 2 parts. An upper bilobed structure called anther and a stalk called filament. ഫസ്റ്റ് ഇയർ കേട്ട് തന്നെയാണ്. ഓരോ സ്റ്റേമണും ഒരു അപ്പർ ബൈലോബഡ് സ്ട്രക്ചർ ഉണ്ട്, അതിനെയാണ് ആന്തർ എന്ന് പറയാം. പിന്നെ അതിനൊരു സ്റ്റോക്ക് ഉണ്ട്, അതിനെയാണ് ഫിലമെന്റ് എന്ന് പറയാം. ഈ ആന്തർ ജനറലി ബൈലോബഡ് ആയിരിക്കും. ആണ്. And each lobe, these 2 lobes are connected by a special tissue called connective tissue. ആന്തറിന്റെ 2 ലോബുകളെയും കണക്ട് ചെയ്തുകൊണ്ടൊരു ടിഷ്യൂ കാണാം. ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് കണക്റ്റീവ് ടിഷ്യൂ. ഓക്കെ, ഇനി ഈ ഓരോ ലോബിലും 2 വീതം തീക്ക അല്ലെങ്കിൽ 2 വീതം എന്ത് കാണാം, മൈക്രോസ്പൊറാഞ്ചിയം. ഓരോ ലോബിലും 2 വീതം മൈക്രോസ്പൊറാഞ്ചിയം കാണാം. അതുകൊണ്ടാണ് നമ്മൾ ഫസ്റ്റ് ഇയർ പഠിച്ചാണ് ആന്തർ ഈസ് അതർവൈസ് കോൾഡ് ബൈത്തീക്കസ് എന്നും പറയും, അല്ലെങ്കിൽ ഡൈത്തീക്കസ്. അപ്പോൾ ഡൈത്തീക്കസ് ബൈലോബ്ഡ്. ഈച്ച് ആന്തർ contain 2 lobes. That 2 lobes are connected by connective tissue and each lobe contain 2 microsporangium. That is why it is called bithecus or dithecus. So a typical angiospermic anther is bilobed and bithecus. അപ്പോൾ സ്റ്റാമണിൻ്റെ സ്ട്രക്ചർ ക്ലിയർ അല്ലേ? സ്റ്റാമണിലുള്ളത് ഒരു ഫിലമെന്റ് കാണാം, ഒരു അപ്പർ ബൈലോബഡ് സ്ട്രക്ചർ കാണാം, ആന്തർ എന്ന് പറഞ്ഞു. ആന്തർ 2 ലോബുണ്ട്. ആ 2 ലോബിനെ കണക്ട് ചെയ്യുന്ന ടിഷ്യൂ ആണ് കണക്റ്റീവ് ടിഷ്യൂ. ഓരോ ലോബിലും 2 വീതം മൈക്രോസ്പൊറാഞ്ചിയം കാണാം. 2 മൈക്രോസ്പൊറാഞ്ചിയം കാണുന്നതുകൊണ്ടാണ് ഇറ്റ് ഈസ് കോൾഡ് ബൈത്തീക്കസ് ഓർ ഡൈത്തീക്കസ്. ഇനി നമുക്ക് നോക്കാനുള്ളത് ഈ ആന്തറിന്റെ ക്രോസ് സെക്ഷൻ. ഈ ആന്തറിന്റെ ക്രോസ് സെക്ഷൻ എടുത്താൽ എങ്ങനെ ഇരിക്കും? വെരി ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റൻ ആണ്. പബ്ലിക് എക്സാമിന് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ്. CS ഓഫ് ആന്തർ ആൻഡ് സ്ട്രക്ചർ ഓഫ് മൈക്രോസ്പൊറാഞ്ചിയം. ഇപ്പോൾ പ്രീഫെർട്ടിലൈസേഷൻ മെയിൽ സൈഡിൽ പ്രീഫെർട്ടിലൈസേഷൻ ഈവൻസ് ആൻഡ് സ്ട്രക്ചർ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു സ്ട്രക്ചറാണ്. സ്ട്രക്ചർ ഓഫ് ആന്തർ ആൻഡ് ആൾസോ സ്ട്രക്ചർ ഓഫ് മൈക്രോസ്പൊറാഞ്ചിയം. ആന്തർ നേരത്തെ നമ്മൾ പറഞ്ഞ ആന്തർ, ഇങ്ങനെയുള്ള ആന്തറിനെ ക്രോസ് സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ, കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ കിട്ടുമെന്നുള്ളതാണ്. ആന്തറിനെ ക്രോസ് സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ
and there is a four-sided structure. And there is a four-sided structure consisting of 4 microsporangium in its corners. അതൊരു four-sided structure ആണ്. അതിൻ്റെ 4 മൂലയിലായിട്ട് ഓരോ കോർണർ വീതം ഓരോ മൈക്രോസ്പൊറാഞ്ചിയം കാണാം. ഈ ഒന്നിനെ മൊത്തത്തിലാണ് നമ്മളെന്ത് പറയാ, മൈക്രോസ്പൊറാഞ്ചിയം. ഈ ഒരു പാർട്ടാണ് ഒരു മൈക്രോസ്പൊറാഞ്ചിയം. And there is a four-sided structure consisting of 4 microsporangium in its corners. ഇനി ഈ ഓരോ മൈക്രോസ്പൊറാഞ്ചിയം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആ മൈക്രോസ്പൊറാഞ്ചിയത്തിൻ്റെ വാള്, ഒരു മൈക്രോസ്പൊറാഞ്ചിയത്തിൻ്റെ വാളെടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആന്തറിൻ്റെ വാളെടുത്തു കഴിഞ്ഞാൽ 4 ലെയർ കാണും. വാൾ ലെയേഴ്സ് ഓഫ് മൈക്രോസ്പൊറാഞ്ചിയം, ലെയേഴ്സ് ഓഫ് വാൾ ലെയേഴ്സ് ഓഫ് അല്ലെങ്കിൽ വാൾസ് ഓഫ് മൈക്രോസ്പൊറാഞ്ചിയം, വാൾസ് ഓഫ് മൈക്രോസ്പൊറാഞ്ചിയം. മൈക്രോസ്പൊറാഞ്ചിയത്തിൻ്റെ വാളിന് 4 ലെയേഴ്സാണ്. ഏറ്റവും പുറത്ത് നമുക്കറിയാം, ഏറ്റവും പുറത്ത് കാണുന്ന ഫസ്റ്റ് ലെയറാണ് എപ്പിഡെർമിസ്. എപ്പിഡെർമിസ് ആ എപ്പിഡെർമിസിന്റെ പ്രത്യേകത അത് സിംഗിൾ ലെയർഡ് ആണ്. എപ്പിഡെർമിസ് സിംഗിൾ ലെയർഡ് ആണ്. അതിൻ്റെ മെയിൻ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ പ്രൊട്ടക്ഷൻ മാത്രമാണ്. ആന്തർ വാളിൻ്റെ അല്ലെങ്കിൽ മൈക്രോസ്പൊറാഞ്ചിയത്തിൻ്റെ വാളിന് 4 ലെയർ ഉണ്ട്. ഏറ്റവും പുറത്ത് കാണുന്ന ലെയറാണ് എപ്പിഡെർമിസ്. അത് സിംഗിൾ ലെയർഡ് ആണ്. ഒരൊറ്റ ലെയർ സെല്ല് മാത്രമേ ഉണ്ടാവുള്ളൂ. അതിൻ്റെ മെയിൻ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ പ്രൊട്ടക്ഷൻ ആണ്. രണ്ടാമത്തെ ലെയറാണ് ഇന്നർ ടു എപ്പിഡെർമിസ് ദർ ഇസ് അനദർ സിംഗിൾ ലെയർ കാൾഡ് എൻഡോത്തീസിയം. എപ്പിഡെർമിസിന് ഉള്ളിലേക്ക് കാണുന്ന സെക്കൻഡ് ലെയറിന്റെ പേരാണ് എൻഡോത്തീസിയം. ഇവിടുത്തെ ലൈറ്റ് ഗ്രീൻ ലെയർ നോക്കിയാൽ മനസ്സിലാവും, സെക്കൻഡ് ലെയറാണ് എൻഡോത്തീസിയം. അതിൻ്റെയും പ്രത്യേകത അതും സിംഗിൾ ലെയർഡ് ആണ്. ഇതും സിംഗിൾ ലെയർഡ് ആണ്. ഒരൊറ്റ ലെയർ സെല്ലേ ഉണ്ടാവുള്ളൂ. അതോടൊപ്പം ഇതിൻ്റെ മെയിൻ ഫങ്ഷനാണ് ഇറ്റ് ഹെൽപ്പ് ഇൻ ഡെഹിസെൻസ് ഓഫ് ആന്തർ. ആന്തറിൻ്റെ ഡെഹിസെൻസ്, ആന്തർ മെച്ചറായി കഴിഞ്ഞാൽ ആന്തർ പൊട്ടിയാലേ പോളൻ ഗ്രെയിൻസ് പുറത്തേക്ക് പോകുള്ളൂ. ആന്തർ പൊട്ടുന്ന പ്രക്രിയക്കാണ് നമ്മൾ ഡെഹിസെൻസ് എന്ന് പറയാം. ആന്തറിൻ്റെ ഡെഹിസെൻസിന് ഹെൽപ്പ് ചെയ്യുന്ന സെക്കൻഡ് ലെയറാണ് എൻഡോത്തീസിയം. രണ്ടാമത്തെ ലെയറാണ് എൻഡോത്തീസിയം. ഇറ്റ് ഈസ് സിംഗിൾ ലെയർഡ് ആൻഡ് ഹെൽപ്പ് ഇൻ dehiscence of anther. Dehiscence of anther is also protective in function. Then മൂന്നാമത്തെ ലെയറാണ് മിഡിൽ ലെയേഴ്സ്. മിഡിൽ ലെയേഴ്സ് തേർഡ് ലെയറിന്റെ പേരാണ് മിഡിൽ ലെയേഴ്സ്. ആ മിഡിൽ ലെയേഴ്സ് പ്രത്യേകത അത് മൾട്ടി ലെയർഡ് ആണ്. മൾട്ടി ലെയർഡ് ആണ്. ഒന്നിൽ കൂടുതൽ ലെയർ ഉണ്ടായിരിക്കും. അതിൻ്റെ മെയിൻ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ പ്രൊട്ടക്ഷൻ ആണ്. പ്രൊട്ടക്ഷൻ. അപ്പം തേർഡ് ലെയറാണ് ഓറഞ്ച് ലെയർ. മൂന്നാമത്തെ ലൈനായിട്ടുള്ള ഓറഞ്ച് ലെയറാണ് തേർഡ് ലെയർ. അതിൻ്റെ പേരാണ് മിഡിൽ ലെയേഴ്സ്. അത് മൾട്ടി ലെയർഡ് ആണ്. ഒന്നിൽ കൂടുതൽ ലെയർ ഓഫ് സെൽ ഉണ്ടാവാം. അതിൻ്റെ ഫങ്ഷൻ പ്രൊട്ടക്ഷൻ തന്നെയാണ്. നാലാമത്തെ ലെയർ മൈക്രോസ്പൊറാഞ്ചിയത്തിൻ്റെ വാളിൻ്റെ നാലാമത്തെ ലെയറാണ് ടപ്പീറ്റം. ടപ്പീറ്റം ഫോർത്ത് ലെയറാണ് ടപ്പീറ്റം എന്ന് പറഞ്ഞത്. ആ ടപ്പീറ്റം അതും സിംഗിൾ ലെയർഡ് ആണ്. ടപ്പീറ്റം സിംഗിൾ ലെയർഡ് ആണ്. ഇതിൻ്റെ ഫങ്ഷൻ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൻ്റെ മെയിൻ ഫങ്ഷനാണ് ഇറ്റ് ഗീവ് ന്യൂട്രീഷൻ ടു ദി ഡെവലപ്പിംഗ് പോളൻ ഗ്രെയിൻ. ഇറ്റ് ഗീവ് ന്യൂട്രീഷൻ ടു ദി പോളൻ ഗ്രെയിൻ. ഫോർത്ത് ലെയറാണ് ടപ്പീറ്റം. ആ ടപ്പീറ്റം സിംഗിൾ ലെയർഡ് ആണ്. അതിൻ്റെ മെയിൻ ഫങ്ഷനാണ് ഇറ്റ് ഗീവ് ന്യൂട്രീഷൻ ടു ദി ഡെവലപ്പിംഗ് പോളൻ ഗ്രെയിൻ. ആന്തർ വാൾ നോക്കിക്കഴിഞ്ഞാൽ മൈക്രോസ്പൊറാഞ്ചിയത്തിൻ്റെ വാൾ അല്ലെങ്കിൽ ആന്തറിൻ്റെ വാൾ നോക്കിക്കഴിഞ്ഞാൽ 4 ലെയർ കാണാം. ഏറ്റവും പുറത്ത് കാണുന്ന ലെയറാണ് എപ്പിഡെർമിസ്. സെക്കൻഡ് ലെയറാണ് എൻഡോത്തീസിയം. ഇത് രണ്ടും സിംഗിൾ ലെയർഡ് ആണ്. എപ്പിഡെർമിസിൻ്റെ മെയിൻ ഫങ്ഷൻ പ്രൊട്ടക്ഷനാണ്. എൻഡോത്തീസിയത്തിൻ്റെ ഫങ്ഷനും ഒന്ന് പ്രൊട്ടക്ഷനാണ്, മറ്റൊന്ന് ഇറ്റ് ആൾസോ ഹെൽപ്പ് ഇൻ ഡെഹിസെൻസ് ഓഫ് ആന്തർ. ദെൻ ദ തേർഡ് ലെയറാണ് മിഡിൽ ലെയർ. ആ മിഡിൽ ലെയർ മൾട്ടി ലെയർഡ് ആണ്. ഒന്നിൽ കൂടുതൽ ലെയർ കാണാം. അതിൻ്റെ ഫങ്ഷൻ പ്രൊട്ടക്ഷൻ തന്നെയാണ്. നാലാമത്തെ ലെയർ ഇന്നർമോസ്റ്റ് ലെയറാണ് ടപ്പീറ്റം. അത് സിംഗിൾ ലെയർഡ് ആണ്. അതിൽ നമുക്കൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ഉണ്ട്. ആ ടപ്പീറ്റത്തിൻ്റെ മെയിൻ ഫങ്ഷനാണ് ഇറ്റ് ഗീവ് ന്യൂട്രീഷൻ ടു ദി ഡെവലപ്പിംഗ് പോളൻ ഗ്രെയിൻ. അപ്പോൾ ഡെവലപ്പിംഗ് പോളൻ ഗ്രെയിൻസിന് ന്യൂട്രീഷൻ കൊടുക്കുക എന്നുള്ള റോളാണ് മെയിനായിട്ടും ടപ്പീറ്റത്തിന്. അത് നമ്മുടെ ബോർഡ് എക്സാമിന് ഒരുപാട് തവണ ചോദിച്ച ക്വസ്റ്റ്യനാണ്. വിച്ച് ലെയർ ഓഫ് മൈക്രോസ്പൊറാഞ്ചിയം പ്രൊവൈഡ് ന്യൂട്രീഷൻ ടു ദി ഡെവലപ്പിംഗ് പോളൻ ഗ്രെയിൻ? ദാറ്റ് ഈസ് ടപ്പീറ്റം. ഇനി
ഓരോ മൈക്രോസ്പൊറാഞ്ചിയം, ഈച്ച് മൈക്രോസ്പൊറാഞ്ചിയം കണ്ടെയ്ൻ എ സ്മാൾ ഗ്രൂപ്പ് ഓഫ് ഹോമോജീനസ് ടിഷ്യൂ. ഇനി ഓരോ മൈക്രോസ്പൊറാഞ്ചിയത്തിലും ഒരു ഹോമോജീനസ് ടിഷ്യൂ കാണാൻ കഴിയും. അതിന് പറയുന്ന പേരാണ് സ്പോറോജീനസ് ടിഷ്യൂ. ഓരോ മൈക്രോസ്പൊറാഞ്ചിയത്തിനകത്തും ഒരു മാസ് ഓഫ് ടിഷ്യൂ കാണാം, അല്ലെങ്കിൽ ഹോമോജീനസ് മാസ് ഓഫ് ടിഷ്യൂ കാണാം. അതിന് പറയുന്ന പേരാണ് സ്പോറോജീനസ് ടിഷ്യൂ. ആ സ്പോറോജീനസ് ടിഷ്യൂ എന്നാണ് മൈക്രോസ്പോർ ഒക്കെ ഉണ്ടായി അത് അവസാനം പോളൻ ഗ്രെയിൻസ് ആയിട്ട് മാറും. ഓക്കെ, ഇനി നമുക്കറിയാം ആന്തറിന്റെ 2 ലോബുകളെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ടിഷ്യൂവിനാണ് എന്ത് പറയാ? കണക്റ്റീവ് ടിഷ്യൂ. ആന്തർ 2 ലോബുകളെ കണക്ട് ചെയ്യുന്ന ടിഷ്യൂയുടെ പേരാണ് കണക്റ്റീവ് ടിഷ്യൂ. 2 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ആണ് നമുക്ക് ഇവിടെ ഉള്ളത്. ഒന്ന് ഈ CSF ആന്തർ ലാബിൽ ചെയ്യാൻ ചോദിക്കാറുണ്ട്. ഓക്കെ, ഈ 4 ലെയറും അതോടൊപ്പം സ്പോറോജീനസ് ടിഷ്യൂ, കണക്റ്റീവ് ടിഷ്യൂ. മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് വിച്ച് ലെയർ ഓഫ് മൈക്രോസ്പൊറാഞ്ചിയം പ്രൊവൈഡ് ന്യൂട്രീഷൻ ടു ദി ഡെവലപ്പിംഗ് പോളൻ ഗ്രെയിൻ? അതാണ് ടപ്പീറ്റം. ആ ടോപ്പിക് ക്ലിയർ അല്ലേ? CSF ആന്തർ ആൻഡ് ആൾസോ സ്ട്രക്ചർ ഓഫ് മൈക്രോസ്പൊറാഞ്ചിയം. ഇനി നമുക്ക് നോക്കാനുള്ളത് മൈക്രോസ്പോറോജെനിസിസ്. മൈക്രോസ്പോറോജെനിസിസ് മൈക്രോസ്പോറോജെനിസിസ് നമ്മൾ മൈക്രോസ്പൊറാഞ്ചിയത്തിന്റെ സ്ട്രക്ചർ പഠിച്ചു. ഇനി മൈക്രോസ്പോറോജെനിസിസ്. മൈക്രോസ്പോറോജെനിസിസ് ആ വേർഡ് തന്നെ അറിയാം. നമ്മൾ സുവോളജി കേട്ടിട്ടുണ്ടാവണം. ഗാമറ്റോജെനിസിസ്. ദ ഗാമറ്റോജെനിസിസ് ഫോർമേഷൻ ഓഫ് ഗാമേറ്റ്. ലൈക്ക് ദാറ്റ് മൈക്രോസ്പോറോജെനിസിസ് മീൻസ് ഫോർമേഷൻ ഓഫ് മൈക്രോസ്പോർ. ഈ മൈക്രോസ്പോർ എവിടെ നിന്ന് ഉണ്ടാവാം? ആ മൈക്രോസ്പോർ ഉണ്ടാവൽ എവിടെ നിന്നായിരിക്കണം? ഈ സ്പോറോജീനസ് ടിഷ്യൂ. ഈ സ്പോറോജീനസ് ടിഷ്യൂസിന് സ്പോറോജീനസ് ടിഷ്യൂവിന് മൈറ്റോട്ടിക് ഡിവിഷൻ നടന്നാൽ അത് പോളൻ മദർ സെല്ലുകളായി മാറും, അല്ലെങ്കിൽ മൈക്രോസ്പോർ മദർ സെല്ലുകളായി മാറും. സ്പോറോജീനസ് ടിഷ്യൂവിന് മൈറ്റോട്ടിക് ഡിവിഷൻ നടന്നിട്ട് പോളൻ മദർ സെല്ലായി മാറുന്നു. അങ്ങനെയുള്ള പോളൻ മദർ സെല്ലുകൾ സ്പോറോജീനസ് ടിഷ്യൂ എന്നാണ് എന്ത് ഫോം ചെയ്യുക? പോളൻ മദർ സെൽ ഫോം ചെയ്യുക. ആ പോളൻ മദർ സെല്ലുകൾക്ക് മിയോസിസ് നടന്നു കഴിഞ്ഞാൽ, മിയോസിസ് നടന്നിട്ട് 4 മൈക്രോസ്പോർ ഉണ്ടാകുന്നു. ആ മൈക്രോസ്പോർ ഉണ്ടാകുന്ന ഫിനോമിനക്കാണ് എന്ത് പറയാ? മൈക്രോസ്പോറോജെനിസിസ്. ഇപ്പോൾ പോളൻ മദർ സെൽ, ഇപ്പോൾ മൈക്രോസ്പോറോജെനിസിസ് മീൻസ് പോളൻ മദർ സെൽസിൽ നിന്ന് മിയോസിസ് വഴി മൈക്രോസ്പോർ ഉണ്ടാകുന്ന ഫിനോമിനക്കാണ് എന്ത് പറയാ? മൈക്രോസ്പോറോജെനിസിസ്. മൈക്രോസ്പോറോജെനിസിസ് മീൻസ് formation of microspore from pollen mother cell by meiosis. ഓക്കെ, അപ്പോൾ പോളൻ ഇങ്ങനെ ഉണ്ടാകുന്നു. ഒരു PMC എത്ര മൈക്രോസ്പോർ ഉണ്ടാവാം? സാധാരണ ഒരു മിയോട്ടിക് ഡിവിഷൻ നടന്നാൽ നമുക്കറിയാം 4 സെല്ല് ഫോം ചെയ്യും. അതുകൊണ്ട് ഒരു PMCയിൽ നിന്ന് മൈക്രോസ്പോർ ഉണ്ടാകുമ്പോൾ 4 മൈക്രോസ്പോർ ഉണ്ടാകും. ആ 4 മൈക്രോസ്പോറുകൾ എങ്ങനെ ആയിരിക്കും? ഒരു കോമൺ വാളിൽ അറേഞ്ച് ചെയ്യും. ആ 4 മൈക്രോസ്പോർ എന്ത് ചെയ്യുന്നു? ഒരു കോമൺ വാളിൽ അറേഞ്ച് ചെയ്യുന്നു. അങ്ങനെയുള്ള 4 മൈക്രോസ്പോറിന്റെ ഗ്രൂപ്പിനെയാണ് മൈക്രോസ്പോർ ടെട്രാഡ് എന്ന് പറയാം. മൈക്രോസ്പോർ ടെട്രാഡ്. ഒരു PMCയിൽ നിന്ന് 4 മൈക്രോസ്പോർ ഫോം ചെയ്യാം. ആ 4 മൈക്രോസ്പോറിന്റെ ഗ്രൂപ്പിനെ എ ഗ്രൂപ്പ് ഓഫ് 4 സെല്ലിനാണ് നമ്മൾ ടെട്രാഡ് എന്ന് പറയാം. എ ഗ്രൂപ്പ് ഓഫ് 4 മൈക്രോസ്പോർ ഈസ് കോൾഡ് മൈക്രോസ്പോർ ടെട്രാഡ്. അവിടെ ഓർത്തിരിക്കേണ്ട പോയിന്റ് എന്താണ് മൈക്രോസ്പോറോജെനിസിസ് എന്ന് മാത്രം മതി. ഫോർമേഷൻ ഓഫ് മൈക്രോസ്പോർ ഫ്രം ദി പോളൻ മദർ സെൽ ബൈ മിയോസിസ്. ഇനി നമുക്ക് നോക്കാനുള്ളത് ഡെവലപ്മെന്റ് ഓഫ് മെയിൽ ഗാമറ്റോഫൈറ്റ്. വിച്ച് ഈസ് ദ മെയിൽ ഗാമറ്റോഫൈറ്റ് ഓഫ് ആൻജിയോസ്പേം? ഫസ്റ്റ് ഇയർ പഠിച്ചാണല്ലോ. ആൻജിയോസ്പേമിന്റെ മെയിൽ ഗാമറ്റോഫൈറ്റ് ആണ് പോളൻ ഗ്രെയിൻ. പോളൻ ഗ്രെയിൻ is the male gametophyte of angiosperm. Pollen grain is the male gametophyte of angiosperm. എങ്ങനെയാണ് ഈ മൈക്രോസ്പോറിൽ നിന്ന് പോളൻ ഗ്രെയിൻ ഉണ്ടാകുന്നത്? അതാണ് ഡെവലപ്മെന്റ് ഓഫ് മെയിൽ ഗാമറ്റോഫൈറ്റ്. ഇത് 3 മാർക്കിന്റെ എസ്സേ ടൈപ്പിൽ വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഡെവലപ്മെന്റ് ഓഫ് മെയിൽ ഗാമറ്റോഫൈറ്റ്, അതുപോലെ ഡെവലപ്മെന്റ് ഓഫ് ഫീമെയിൽ ഗാമറ്റോഫൈറ്റ്. Now we are going to the development of male gametophyte. എങ്ങനെയാണ് മെയിൽ ഗാമറ്റോഫൈറ്റ് എന്ന് പറയുന്ന പോളൻ ഗ്രെയിൻ ഡെവലപ്പ് ചെയ്യുന്നത്? നമുക്കറിയാം ഫസ്റ്റ് സെല്ല് PMC ആണ്. PMC അണ്ടർഗോ മിയോസിസ് ആൻഡ് ഫോം മൈക്രോസ്പോർ ടെട്രാഡ്. പോളൻ മദർ സെല്ലിന് മിയോട്ടിക് ഡിവിഷൻ നടന്നു കഴിഞ്ഞാൽ മൈക്രോസ്പോർ ടെട്രാഡ് ഫോം ചെയ്യുന്നു. ഫസ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ, ഇൻ ദ ഫസ്റ്റ് സ്റ്റെപ്പ് PMC അണ്ടർഗോ മിയോസിസ് ആൻഡ് ഫോം മൈക്രോസ്പോർ ടെട്രാഡ്. ഇൻ ദ സെക്കൻഡ് സ്റ്റെപ്പ് സെപ്പറേഷൻ ഓഫ് മൈക്രോസ്പോർ. നമുക്കറിയാം ഒരു മൈക്രോസ്പോർ ടെട്രാഡിൽ
4 മൈക്രോസ്പോർ ഉണ്ട് ഒരു കോമൺ വാളിൽ. ആന്തർ മെച്ചർ ആകുമ്പോൾ ആ മൈക്രോസ്പോറുകൾ 4ഉം സെപ്പറേറ്റ് ചെയ്യും. സെക്കൻഡ് സ്റ്റെപ്പ് ഈസ് സെപ്പറേഷൻ ഓഫ് മൈക്രോസ്പോർ ബൈ ദ ഡിസൊല്യൂഷൻ ഓഫ് കോമൺ വാൾ ഡ്യൂറിങ് മെച്ചറേഷൻ ഓഫ് ആന്തർ. ആന്തർ മെച്ചർ ആകുന്ന സമയത്ത് ആ കോമൺ വാൾ ബ്രേക്ക് ചെയ്തിട്ട് 4 മൈക്രോസ്പോറും സെപ്പറേറ്റ് ചെയ്യും. ഇനി നമ്മൾ സിംഗിൾ മൈക്രോസ്പോർ മാത്രം എടുത്തു. അപ്പോൾ 2 പോയിന്റ് അറിയാലോ. ദെൻ ദ തേർഡ് പോയിന്റ്, ഈച്ച് മൈക്രോസ്പോർ അണ്ടർഗോ അൻ അൺഈക്വൽ മൈറ്റോസിസ്. ഒരു മൈക്രോസ്പോറിൽ ഇതുവരെ ഒരു സെല്ല് മാത്രമേ ഉള്ളൂ. ഈ ഡയഗ്രം നോക്കിക്കഴിഞ്ഞാൽ 2 സെല്ല് കാണാം. ഓരോ മൈക്രോസ്പോറും എന്ത് നടക്കുന്നു? അൺഈക്വൽ മൈറ്റോസിസ് നടന്നിട്ട് 2 സെല്ലായി മാറും. 2 സെല്ലായി മാറും. അതിന് നമ്മൾ 2 സെൽഡ് സ്റ്റേജ് എന്ന് പറയും. 2 സെൽഡ് സ്റ്റേജ് എന്ന് പറയും. ആ 2 സെല്ലുകളാണ് ഏതൊക്കെ? ഒരു സ്മാളർ ജനറേറ്റീവ് സെല്ലും ലാർജർ വെജിറ്റേറ്റീവ് സെല്ലും. ഓരോ മൈക്രോസ്പോർസും അൺഈക്വൽ മൈറ്റോട്ടിക് ഡിവിഷൻ നടന്നിട്ട് 2 സെൽഡ് സ്റ്റേജ് ആയി മാറും. ആൻഡ് ഫോം a 2 cell, one of the cell is very smaller called generative cell and other is bigger in size അല്ലെങ്കിൽ larger cell called vegetative cell. ഈ 2 സെൽഡ് സ്റ്റേജിൽ കാണുന്ന മൈക്രോസ്പോറിനെയാണ് ശരിക്കും നമ്മൾ എന്ത് പറയാ? പോളൻ ഗ്രെയിൻ എന്ന് പറയാം. അപ്പോൾ പോളൻ ഗ്രെയിൻസ് ആർ മെച്വർ മൈക്രോസ്പോർസ്. Each microspore undergo an unequal mitosis and form a smaller generative cell and a larger vegetative cell. ഇനി ആൻജിയോസ്പേമിലെ 60% പ്ലാന്റ്സിലും പോളിനേഷൻ നടക്കുന്നത് ഈ 2 സെൽഡ് സ്റ്റേജിലാണ്. ഈ 2 സെൽഡ് സ്റ്റേജിലാണ് ആൻജിയോസ്പേമിലെ 60% പ്ലാന്റ്സിലും പോളിനേഷൻ നടക്കുക. അങ്ങനെ പോളിനേഷൻ നടന്നു കഴിഞ്ഞാൽ അത് സ്റ്റിഗ്മയിൽ പോയിട്ട്, പോളൻ ഗ്രെയിൻ സ്റ്റിഗ്മയിൽ പോയിട്ട് സ്റ്റിക്ക് ചെയ്യുന്നു. അവിടെ ജെർമിനേറ്റ് ചെയ്യുന്നു. ആ ജെർമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ജനറേറ്റീവ് സെല്ലിൽ നിന്ന് 2 മെയിൽ ഗ്യാമേറ്റ് ഫോം ചെയ്യുന്നു. അതോടൊപ്പം ആ വെജിറ്റേറ്റീവ് സെല്ലിൽ നിന്ന് പോളൻ ട്യൂബും ഫോം ചെയ്യും. വെജിറ്റേറ്റീവ് സെല്ലിൽ നിന്ന് പോളൻ ട്യൂബാണ് ഫോം ചെയ്യുക. ജനറേറ്റീവ് സെല്ലിൽ നിന്നാണ് മെയിൽ ഗ്യാമറ്റോഫൈറ്റിൽ വേണ്ട 2 മെയിൽ ഗ്യാമേറ്റ് ഫോം ചെയ്യുക. ഇങ്ങനെയുള്ള പോളൻ ഗ്രെയിൻ വിത്ത് പോളൻ ട്യൂബ് ഹാവിങ് 2 മെയിൽ ഗ്യാമേറ്റ്. പോളൻ ട്യൂബുള്ള അതിൽ 2 മെയിൽ ഗ്യാമേറ്റ് ഉള്ള ഈ പോളൻ ഗ്രെയിനാണ് നമ്മൾ ആൻജിയോസ്പേമിലെ മെയിൽ ഗ്യാമറ്റോഫൈറ്റ് എന്ന് പറയാം. ഇപ്പൊ ഡെവലപ്മെന്റ് ഓഫ് മെയിൽ ഗ്യാമറ്റോഫൈറ്റ് ഒന്നുകൂടെ നോക്കാം. 5 പോയിന്റാണ് പഠിക്കേണ്ടത്. ഫസ്റ്റ് പോയിന്റ്, പോളൻ മദർ സെൽ അണ്ടർഗോ മിയോസിസ് ആൻഡ് ഫോം മൈക്രോസ്പോർ ടെട്രാഡ്. പോളൻ മദർ സെല്ലിന് മിയോട്ടിക് ഡിവിഷൻ വഴി മൈക്രോസ്പോർ ടെട്രാഡ് ഫോം ചെയ്യുന്നു. സെക്കൻഡ് പോയിന്റ്, സെപ്പറേഷൻ ഓഫ് മൈക്രോസ്പോർസ് by the dissolution of common wall during anther maturation. ആന്തർ മെച്ചർ ആകുന്ന സമയത്ത് ആ കോമൺ വാൾ ബ്രേക്ക് ചെയ്തിട്ട് 4 മൈക്രോസ്പോറും സെപ്പറേറ്റ് ചെയ്യുന്നു. ഇനി തേർഡ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഓരോ മൈക്രോസ്പോറിനും അൺഈക്വൽ മൈറ്റോട്ടിക് ഡിവിഷൻ നടന്നിട്ട് ജനറേറ്റീവ് സെല്ലും വെജിറ്റേറ്റീവ് സെല്ലുള്ള പോളൻ ഗ്രെയിനായി മാറും. അതാണ് അടുത്ത പോയിന്റ്. ഈച്ച് മൈക്രോസ്പോർ അണ്ടർഗോ അൺഈക്വൽ മൈറ്റോസിസ് and form a smaller generative cell and a larger vegetative cell. ഓക്കെ, ഈ 2 സെല്ല് കാണുന്ന സ്റ്റേജിനാണ് നമ്മൾ ബേസിക്കലി 2 സെൽഡ് സ്റ്റേജ് എന്ന് പറഞ്ഞത്. ഇനി 4ാമത്തെ പോയിന്റ്, പോളിനേഷൻ ഒക്കേഴ്സ് അറ്റ് ദിസ് 2 സെൽഡ് സ്റ്റേജ്. ഈ 2 സെൽഡ് സ്റ്റേജിൽ പോളിനേഷൻ നടക്കുന്നു. ലാസ്റ്റ് പോയിന്റ്, ഡ്യൂറിങ് ജെർമിനേഷൻ. ആ പോളൻ ഗ്രെയിൻസ് എങ്ങനെ സ്റ്റിഗ്മയിൽ പോയിട്ട് ജെർമിനേറ്റ് ചെയ്യണം? ഡ്യൂറിങ് ജെർമിനേഷൻ 2 മെയിൽ ഗ്യാമേറ്റ്സ് ആർ ഫോംഡ് ഫ്രം ജനറേറ്റീവ് സെൽ and pollen tube is formed from the vegetative cell. ഓക്കെ, ഇതാണ് നമ്മുടെ മെയിൽ ഗ്യാമറ്റോഫൈറ്റിന്റെ ഡെവലപ്മെന്റ്. വളരെ ഇമ്പോർട്ടന്റ് ആയ 3 മാർക്കിന് എസ്സേ ടൈപ്പിൽ ചോദിക്കാൻ ചാൻസ് ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ദി ഡെവലപ്മെന്റ് ഓഫ് മെയിൽ ഗ്യാമറ്റോഫൈറ്റ്. നമ്മൾ നേരത്തെ പോളൻ ഗ്രെയിന്റെ ഡെവലപ്മെന്റ് പഠിച്ചു. ഇനി അതേ പോളൻ ഗ്രെയിന്റെ സ്ട്രക്ചർ നോക്കണം. ഒരു പോളൻ ഗ്രെയിന്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്നുള്ളതാണ്. ഇതും വളരെ ഇമ്പോർട്ടന്റ് ആയ ക്വസ്റ്റ്യൻ ആണ് ബോർഡ് എക്സാമിന്. സ്ട്രക്ചർ ഓഫ് പോളൻ ഗ്രെയിൻ. ഓരോ പോളൻ ഗ്രെയിനും സ്ഫെറിക്കൽ ഇൻ ഔട്ട്ലൈൻ ആണ്. ഏകദേശം 25 to 50 മൈക്രോമീറ്റർ ഇൻ സൈസ് ആയിരിക്കും. 25 to 50 മൈക്രോമീറ്റർ സൈസുള്ള സ്ഫെറിക്കൽ ഷേപ്പ്ഡ് സ്ട്രക്ചേഴ്സ് ആണ് പോളൻ ഗ്രെയിൻസ്. ആ പോളൻ ഗ്രെയിൻസിന്റെ വാൾ നോക്കിക്കഴിഞ്ഞാൽ there are two layers in the wall of the pollen grains. ഒന്നാമത്തെ വാളാണ് ഔട്ടർ തിക്ക് ലെയറിന്റെ പേരാണ് എക്സൈൻ. രണ്ടാമത്തെ ഔട്ടർ തിക്ക് ലെയർ, ഒന്നാമത്തെ ഔട്ടർ തിക്ക് ലെയറിന് പറയുന്ന പേരാണ് എക്സൈൻ. എക്സൈൻ എന്ന് പറഞ്ഞാൽ ഔട്ടർ തിക്ക് ആയിട്ടുള്ള ലെയർ. നേരെ മറിച്ച് രണ്ടാമത്തെ എന്താണ് ഗ്രീൻ കളറിൽ വരച്ച ഔട്ടർ തിക്ക് ലെയറിന്റെ പേരാണ് എക്സൈൻ. ആ എക്സൈൻ പല രൂപത്തിൽ അറേഞ്ച് ചെയ്യാം. എക്സൈൻ്റെ സ്കൾപ്ചറിങ് ഓരോ പ്ലാന്റ്സിലും വ്യത്യസ്തമായിരിക്കും. പോളൻ ഗ്രെയിൻസിന്റെ എക്സൈൻ്റെ അറേഞ്ച്മെന്റ് അല്ലെങ്കിൽ അതിന്റെ ഡെപ്പോസിഷൻ.
എക്സൈൻ പല രൂപത്തിലാണ് പ്ലാന്റ്സിൽ ഡെപ്പോസിറ്റ് ഓരോ സ്പീഷീസിനും ഓരോ ടൈപ്പ് സ്കൾപ്ചറിങ് അല്ലെങ്കിൽ ഡെപ്പോസിഷൻ ആയിരിക്കും. നമ്മളൊരു ഷേപ്പിൽ വരച്ചു എന്ന് മാത്രം. ഔട്ടർ തിക്ക് ലെയറിനെ പറയുന്ന പേരാണ് എക്സൈൻ എന്ന് പറയാം. നേരെ മറിച്ച് രണ്ടാമത്തെ തിന്നായിട്ടുള്ള ഇന്നർ ലെയറിനെ പറയുന്ന പേരാണ് ഇൻഡൈൻ. ഈ വൈറ്റ് കളറിൽ കാണുന്നതാണ് ഇൻഡൈൻ. ഇന്നർ തിൻ ലെയറിന്റെ പേരാണ് ഇൻഡൈൻ എന്ന് പറയും. ഇന്നർ തിൻ ലെയർ ഈസ് കോൾഡ് ഇൻടൈൻ. ഇപ്പൊ 2 ലെയർ ഉണ്ട്. ഔട്ടർ തിക്ക് ലെയർ ആയ എക്സൈനും ഇന്നർ തിൻ ലെയർ ആയിട്ടുള്ള ഇൻടൈനും. ഇനി നിങ്ങൾ നോക്കൂ, ഈ എക്സൈൻ ഇല്ലാത്ത ചില ഏരിയാസ് ഉണ്ടല്ലേ. അപ്പോൾ പോളൻ ഗ്രെയിൻസിൽ എക്സൈൻ ഇല്ലാത്ത 2 or 3 ഓപ്പണിങ്സ് അല്ലെങ്കിൽ തിക്കനിങ് ഇല്ലാത്ത ഏരിയ കാണാൻ കഴിയും. ആ അൺതിക്കൻഡ് ഏരിയാസിന്, എക്സൈൻ ഇല്ലാത്ത അൺതിക്കൻഡ് ഏരിയാസിന് പറയുന്ന പേരാണ് ജെംപോർ. ജെംപോർ. അപ്പൊ ജെംപോർ എന്ന് പറഞ്ഞാൽ ദിസ് ആർ അൺതിക്കൻഡ് ഏരിയാസ് ഓഫ് ദി പോളൻ വാൾ ഡിവോയിഡ് ഓഫ് എക്സൈൻ. എക്സൈൻ ഇല്ലാത്ത പോളൻ ഗ്രെയിൻസിന്റെ അൺതിക്കൻഡ് ഏരിയാസിന് പറയുന്ന പേരാണ് ജെംപോർ എന്ന് പറയാം. ആ ജെംപോറിന്റെ പർപ്പസ് ഒന്നുമില്ല, പോളൻ ഗ്രെയിൻ ജെർമിനേറ്റ് ചെയ്യുമ്പോൾ പോളൻ ട്യൂബ് ഉണ്ടാകും. ആ പോളൻ ട്യൂബ് പുറത്തേക്ക് വരണമെങ്കിൽ ഏതിലൂടെ മാത്രമേ വരുള്ളൂ? ജെംപോറിലൂടെ മാത്രമേ വരുള്ളൂ. ആണ് ഇതിന്റെ ഫംഗ്ഷൻ. പോളൻ ഗ്രെയിൻസിന്റെ വാൾസിൽ 2 ലെയർ ഉണ്ട്, എക്സൈനും ഇൻടൈനും. ഔട്ടർ തിക്ക് ലെയർ ആണ് എക്സൈൻ, ഇന്നർ തിൻ ലെയർ ആണ് ഇൻടൈൻ. ഇനി പോളൻ ഗ്രെയിൻസിന്റെ വാളിൽ എക്സൈൻ ഇല്ലാത്ത അൺതിക്കൻഡ് ഏരിയാസിനെ പറയുന്ന പേരാണ് ജെംപോർ. ഓക്കെ. ഇനി നമുക്കറിയാം പോളൻ ഗ്രെയിൻ മെച്ചർ മൈക്രോസ്പോർ ആയതുകൊണ്ട് എല്ലാ പോളൻ ഗ്രെയിനിലും 2 സെൽ ഉണ്ടായിരിക്കും. ഏതാ? ലാർജർ വെജിറ്റേറ്റീവ് സെൽ ഉണ്ടാകും, സ്മാളർ ജനറേറ്റീവ് സെൽ ഉണ്ടാകും. ഇത് ലാബലിംഗ് ടൈപ്പിലാണ് ക്വസ്റ്റ്യൻ വരിക. ഇപ്പൊ ജനറേറ്റീവ് സെല്ലും വെജിറ്റേറ്റീവ് സെല്ലും ഓൾറെഡി ഉണ്ട്. അതെല്ലാം നമ്മൾ എക്സ്ട്രാ പഠിച്ചത് പോളൻ വാളില് എക്സൈൻ എന്ന് പറഞ്ഞ ഇന്ത്യൻ എന്ന് പറഞ്ഞ 2 ലെയറും അതോടൊപ്പം എക്സൈൻ ഇല്ലാത്ത അൺതിക്കൻഡ് ഏരിയ ആയിട്ടുള്ള ജെംപോർ. ഇനി ഇതിലെ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഈ എക്സൈൻ്റെയും ഇൻഡൈൻ്റെയും കെമിക്കൽ കോമ്പോസിഷനാണ്. എക്സൈൻ്റെയും ഇൻഡൈൻ്റെയും കെമിക്കൽ കോമ്പോസിഷൻ എന്ന് പറഞ്ഞാൽ എക്സൈനും ഇൻഡൈനും എന്തുകൊണ്ട് ഉണ്ടാക്കി എന്നുള്ളതാണ്. എക്സൈൻ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് സ്പോറോപൊളീനിൻ. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. പോളൻ ഗ്രെയിനിന്റെ എക്സൈൻ വാൾ ഉണ്ടാക്കിയത് സ്പോറോപൊളീനിൻ കൊണ്ടാണ്. അതിന്റെ പ്രത്യേകത, ഇറ്റ് ഈസ് ദ മോസ്റ്റ് റെസിസ്റ്റന്റ് ബയോളജിക്കൽ മെറ്റീരിയൽ എവർ നോൺ. ഇന്നവരെ കണ്ടെത്തിയ ഓർഗാനിക് മെറ്റീരിയലിൽ ഏറ്റവും റെസിസ്റ്റന്റ് ആയ മെറ്റീരിയൽ ആണ് സ്പോറോപൊളീനിൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ പോളൻ ഗ്രെയിൻസ് എന്ന് പറയും, പോളൻ ഗ്രെയിൻസ് ആർ ഹൈലി റെസിസ്റ്റന്റ് ടു. അതുകൊണ്ടാണ് പോളൻ ഗ്രെയിൻസ് ആർ ഹൈലി റെസിസ്റ്റന്റ് ടു ഡീകമ്പോസിഷൻ. പെട്ടെന്ന് ചീഞ്ഞു പോവാറില്ല, വിഘടനം നടക്കാറില്ല, ഡീകമ്പോസിഷൻ നടക്കില്ല. ആൾസോ റെസിസ്റ്റന്റ് ടു ഹൈ ടെമ്പറേച്ചർ. ഹൈ ടെമ്പറേച്ചറിനോട് റെസിസ്റ്റന്റ് ആണ്. അതുപോലെ സ്ട്രോങ് ആസിഡ് ആൻഡ് ആൽക്കലി, സ്ട്രോങ് ആസിഡുകൾ ആൽക്കലികൾ ഇതോടൊക്കെ റെസിസ്റ്റന്റ് ആണ് പോളൻ ഗ്രെയിൻസ്. കാരണം അതിന്റെ എക്സൈൻ നിർമ്മിച്ച മെറ്റീരിയൽ ഏറ്റവും റെസിസ്റ്റന്റ് ആയിട്ടുള്ള സ്പോറോപൊളീൻ കൊണ്ടാണ്. അതേപോലെ തന്നെയാണ് ആ സ്പോറോപൊളീൻ ഉള്ളത് കൊണ്ടുള്ള മറ്റൊരു സിഗ്നിഫിക്കൻസ് ആണ് പോളൻ ഗ്രെയിൻസ് ആർ വെൽ പ്രിസർവ്ഡ് ആസ് ഫോസിൽസ്. പോളൻ ഗ്രെയിൻസ് നന്നായിട്ട് ഫോസിൽസ് ആയി പ്രിസർവ് ചെയ്യപ്പെടാനുള്ള കാരണവും പോളൻ ഗ്രെയിൻസ് എന്തുകൊണ്ടാണ് ഡീകമ്പോസിഷനോടും ഹൈ ടെമ്പറേച്ചറിനോടും സ്ട്രോങ് ആസിഡിനോടും ആൽക്കലിനോടൊക്കെ റെസിസ്റ്റന്റ് ഉള്ള കാരണം ആ ഒരു ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് ആൻസർ എഴുതേണ്ടത് ബിക്കോസ് ഇറ്റ്സ് എക്സൈൻ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ദ മോസ്റ്റ് റെസിസ്റ്റന്റ് ബയോളജിക്കൽ മെറ്റീരിയൽ സ്പോറോപൊളീനിൻ. ഇനി രണ്ടാമത്തെ ലെയറായ ഇൻഡൈൻ. ഇൻഡൈൻ നിർമ്മിച്ചിട്ടുള്ളത് സാധാരണ നമ്മുടെ സെൽവാളിന്റെ കോമ്പോസിഷൻ ഏതാ? പെക്ടോസും സെല്ലുലോസാണ്. അതുകൊണ്ട് പെക്റ്റിൻ കൊണ്ടും സെല്ലുലോസ് കൊണ്ടുമാണ് ഇൻഡൈൻ ഉണ്ടാക്കിയിട്ടുള്ളത്. ദാറ്റ് ഈസ് വൈ ഇറ്റ് ഈസ് കോൾഡ് പെക്ടോ സെല്ലുലോസ്. ഇതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻ ആണ്. അനലോഗി ടൈപ്പിൽ വരാറുണ്ട്. ഇൻഡൈൻ കോമ പെക്ടോ സെല്ലുലോസ്, എക്സൈൻ കോമ ഡാഷ്. എക്സൈൻ നിർമ്മിച്ച മെറ്റീരിയൽ ആണ് സ്പോറോപൊളീനിൻ. മറ്റൊരു ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞു, എന്തുകൊണ്ടാണ് പോളൻ ഗ്രെയിൻസ് ആർ ഹൈലി റെസിസ്റ്റന്റ് ടു ടെമ്പറേച്ചർ, ഡീകമ്പോസിഷൻ, സ്ട്രോങ് ആസിഡ്, ആൽക്കലി എക്സെട്ര. അതല്ലെങ്കിൽ എന്തുകൊണ്ടാണ് പോളൻ ഗ്രെയിൻസ് നന്നായിട്ട് ഫോസിലൈസ് ചെയ്യാനുള്ള കാരണം? പോളൻ ഗ്രെയിൻസ് ആർ വെൽ പ്രിസർവ്ഡ് ആസ് ഫോസിൽ. ഈ രണ്ടിന്റെയും ആൻസർ എന്താണ്? ബിക്കോസ് ഇറ്റ്സ് എക്സൈൻ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ദ മോസ്റ്റ് റെസിസ്റ്റന്റ് ബയോളജിക്കൽ മെറ്റീരിയൽ സ്പോറോപൊളീനിൻ. അവിടെ രണ്ട് ടോപ്പിക്കാണ് പഠിച്ചത്. ഒന്ന് പോളൻ ഗ്രെയിനിന്റെ സ്ട്രക്ചർ കിട്ടി. പോളൻ ഗ്രെയിൻ സ്ട്രക്ചറിൽ 5 പോയിന്റ് ലേബിൾ ചെയ്യാൻ മറക്കരുത്. പോളൻ ഗ്രെയിനിന്റെ വാളിൽ 2 ലെയറായ എക്സൈനും ഇൻഡൈന്. എക്സൈനില്ലാത്ത അൺതിക്കൻഡ് ഏരിയ ജെംപോർ എന്ന് പറയും. പിന്നെ പോളൻ ഗ്രെയിൻസിൽ വെജിറ്റേറ്റീവ് സെല്ലുണ്ട്,
ജനറേറ്റീവ് സെല്ലുണ്ട്. ദെൻ പോളൻ ഗ്രെയിൻ്റെ എക്സൈൻ്റെയും ഇൻഡൈൻ്റെയും കെമിക്കൽ കോമ്പോസിഷൻ. എക്സൈൻ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് സ്പോറോപൊളീനിൻ, ഇൻറ്റൈൻ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് പെക്ടോസെല്ലുലോസ്. അതേപോലെ പോളൻ ഗ്രെയിൻസ് എന്തുകൊണ്ടാണ് ഡികമ്പോസിഷനോടും ഹൈ ടെമ്പറേച്ചറിനോടൊക്കെ റെസിസ്റ്റൻ്റ് ആവാനുള്ള കാരണം, അല്ലെങ്കിൽ പോളൻ ഗ്രെയിൻസ് എന്തുകൊണ്ടാണ് നന്നായിട്ട് ഫോസിലൈസ് ചെയ്യാനുള്ള കാരണം, രണ്ടിൻ്റെ ആൻസർ എന്താണ്? ബിക്കോസ് ഇറ്റ്സ് എക്സൈൻ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് സ്പോറോപൊളീനിൻ. പോളൻ ഗ്രൈനുമായി ബന്ധപ്പെട്ട് നമുക്ക് 2-3 പോയിന്റ് കൂടെ അറിയണം. ഒരു പോയിന്റാണ് പോളൻ വയബിലിറ്റി. അപ്പോൾ വയബിലിറ്റി എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ സോളജിയിൽ കേട്ടിട്ടുണ്ടാവും, വയബിൾ സ്പേം മാത്രമേ ഫെർട്ടിലൈസേഷൻ നടത്തൂ എന്നൊക്കെ. അപ്പോൾ വയബിലിറ്റി എന്ന് പറഞ്ഞാൽ എബിലിറ്റി ടു ജെർമിനേറ്റ് ഓവർ എ പീരിയഡ് ഓഫ് ടൈം. പോളൻ ഗ്രെയിൻസിന് ജെർമിനേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റിക്കാണ് എന്ത് പറയുക? പോളൻ വയബിലിറ്റി എന്ന് പറയാം. ഇത് ഓരോ പ്ലാന്റിലും വേരിയബിൾ ആയിരിക്കും. ഓരോ പ്ലാന്റ്, ചില പ്ലാന്റ്സിൽ ഹവേഴ്സ് ആയിരിക്കും, ചില പ്ലാന്റ്സിൽ മന്ത്സ് ആയിരിക്കും, അതിന് വ്യത്യാസം ഉണ്ടായിരിക്കും. ഏതാ ഓരോ പ്ലാന്റിലും പോളൻ വയബിലിറ്റി. അപ്പോൾ പോളൻ വയബിലിറ്റി എന്ന് പറഞ്ഞാൽ എബിലിറ്റി ടു ജെർമിനേറ്റ് ഓവർ എ പീരിയഡ് ഓഫ് ടൈം. ഇനി നമുക്ക് 2 എക്സാമ്പിൾ ബുക്കിൽ പറയുന്നുണ്ട്. ഒരു എക്സാമ്പിൾ ആണ് നമ്മുടെ റൈസ്, വീറ്റ്. റൈസ്, വീറ്റ് പോലെയുള്ള സീരിയൽസിലാണെങ്കിൽ ഇറ്റ് ലാസ്റ്റ് ഫോർ ഓൺലി 30 മിനിറ്റ്സ്. ഇറ്റ് ലാസ്റ്റ് ഫോർ 30 മിനിറ്റ്സ് ഓൺലി. പോളൻ ഗ്രെയിൻസ് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ആകെ 30 മിനിറ്റ് മാത്രമേ റൈസിലും വീറ്റിലും പോളൻ വയബിലിറ്റി നിലനിൽക്കുന്നുള്ളൂ. നേരെ മറിച്ച് പ്ലാന്റ്സ് ഓഫ് റോസേസിയെ, അതുപോലെ സൊളനേസിയെ ആൻഡ് ആൾസോ ലെഗുമിനോസെ തുടങ്ങിയ പ്ലാന്റ്സിൽ ഇറ്റ് ലാസ്റ്റ് ഫോർ സെവറൽ മന്ത്സ്. അപ്പോൾ പോളൻ വയബിലിറ്റി എന്ന് പറഞ്ഞാൽ അർത്ഥം എബിലിറ്റി ടു ജെർമിനേറ്റ് ഓവർ എ പീരിയഡ് ഓഫ് ടൈം. ഇത് ചില പ്ലാന്റ്സിൽ നമുക്കറിയാം. ഫോർ എക്സാമ്പിൾ റൈസ്, വീറ്റ് പോലുള്ള പ്ലാന്റ്സിലാണെങ്കിൽ ഇറ്റ് ലാസ്റ്റ് ഫോർ only 30 minutes after the release of the pollen, and also in plants of Rosaceae, Solanaceae, Leguminaceae etc. it lasts for several months. So pollen viability clear ആണല്ലോ. Ability to germinate over a period of time. For example, rice, wheatിലേക്ക് it lasts for 30 minutes. Plants of Rosaceae, Solanaceae, Leguminaceae etc. it lasts for several months. ഇനി നമ്മൾ നോക്കേണ്ടത് പോളൻ ബാങ്ക് ആണ്. ബാങ്ക് എന്താ അർത്ഥം? പോളൻ ബാങ്ക്, സ്പേം ബാങ്ക്, ഓക്കെ, ജീൻ ബാങ്ക് കേട്ടിട്ടുണ്ട്. ബാങ്ക് മീൻസ് അർത്ഥം കളക്ഷൻ എന്നാണ്. അപ്പോൾ പോളൻ ബാങ്ക് എന്ന് പറഞ്ഞാൽ അർത്ഥം ഇറ്റ് ഈസ് ദ കളക്ഷൻ ഓഫ് പോളൻ. എന്തിനാ നമ്മൾ പോളൻ ഗ്രെയിൻസിനെ കളക്ട് ചെയ്യുന്നത്? പ്ലാന്റ് ബ്രീഡിംഗ് പ്രോഗ്രാം 4ാം ക്ലാസ്സിൽ കേട്ടിട്ടുണ്ടാവും. പ്ലാന്റ് ബ്രീഡിംഗ്, ആനിമൽ ബ്രീഡിംഗ്, മുന്തിയിനം പ്ലാന്റുകളെയും അല്ലെങ്കിൽ ചെടികളെയും അതുപോലെ തന്നെ ആനിമൽസിനൊക്കെ ഡെവലപ്പ് ചെയ്യുന്ന ടെക്നിക്കിനാണ് നമ്മൾ ബ്രീഡിംഗ് പ്രോഗ്രാം എന്ന് പറയുക. അപ്പോൾ പ്ലാന്റ് ബ്രീഡിംഗ് പ്രോഗ്രാമിൽ ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള വെറൈറ്റികൾ ഉണ്ടാക്കാൻ വേണ്ടി പോളൻ ഗ്രെയിൻസിനെ യൂസ് ചെയ്യും. അവിടെ പോളൻ ഗ്രെയിൻസ് നമുക്ക് അത്തരം ആക്ടിവിറ്റിക്ക് വേണ്ടി പോളൻ ഗ്രെയിൻസ് നമ്മൾ സ്റ്റോർ ചെയ്യാറുണ്ട്. അങ്ങനെയുള്ള കളക്ഷൻ ഓഫ് പോളനാണ് എന്ത് പറയുക? പോളൻ ബാങ്ക്. ഇത്തരം പോളൻ ഗ്രെയിൻസിനെ നമ്മൾ സ്റ്റോർ ചെയ്യുന്ന ടെക്നിക്കാണ് ക്രയോ പ്രിസർവേഷൻ. പോളൻ ഗ്രെയിൻസിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടെക്നിക്കാണ് ക്രയോ പ്രിസർവേഷൻ എന്ന് പറയും. ക്രയോ പ്രിസർവേഷൻ എന്ന് പറഞ്ഞാൽ ഇത്തരം ഏതാണ് പോളൻ ഗ്രെയിനുകൾ അല്ലെങ്കിൽ ഏതാണ് സ്പേമുകൾ തുടങ്ങിയ സാധനങ്ങൾ ലിക്വിഡ് നൈട്രജനിൽ ലോ ടെമ്പറേച്ചറിൽ പ്രിസർവ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ -196 ഡിഗ്രി സെൽഷ്യസിൽ, -196 ഡിഗ്രി ആണ് സെൽഷ്യസിൽ, 196 സെൽഷ്യസിൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? എത്ര? ലോ ടെമ്പറേച്ചറിൽ ലിക്വിഡ് നൈട്രജനിൽ മെറ്റീരിയൽസിനെ പ്രിസർവ് ചെയ്യുന്ന ടെക്നിക്കിനെ പറയുന്ന പേരാണ് ക്രയോ പ്രിസർവേഷൻ. അപ്പോൾ പോളൻ ബാങ്കിന്റെ അർത്ഥം ഇറ്റ് ഈസ് ദ കളക്ഷൻ ഓഫ് പോളൻസ് അല്ലെങ്കിൽ പോളൻ ഗ്രെയിൻ. പോളൻ ഗ്രെയിൻ്റെ കളക്ഷന് പറയുന്ന പേരാണ് പോളൻ ബാങ്ക് എന്ന് പറയുന്നത്. അത്തരം പോളൻ ബാങ്ക് ഉണ്ടാക്കുമ്പോൾ പോളൻ ഗ്രെയിൻസിനെ പ്രിസർവ് ചെയ്യാൻ ഉപയോഗിക്കുന്ന, സ്റ്റോർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ടെക്നിക്കാണ് ക്രയോ പ്രിസർവേഷൻ. ക്രയോ പ്രിസർവേഷൻ്റെ അർത്ഥം സ്റ്റോറിംഗ് മെറ്റീരിയൽസ് ഇൻ ലിക്വിഡ് നൈട്രജൻ അറ്റ് -196 ഡിഗ്രി സെൽഷ്യസ്. ഇനി നമുക്കറിയാം ഈ പോളൻ ഗ്രെയിൻസ് എന്ന് പറയുന്നത് ആൻജിയോസ്പേമിന്റെ മെയിൽ ഗ്യാമറ്റോഫൈറ്റ് ആണ്. ആൻജിയോസ്പേമിനെ സംബന്ധിച്ചോളം അതെന്താണ്? ആൻജിയോസ്പേമിന്റെ മെയിൽ ഗ്യാമറ്റോഫൈറ്റ് ആണ്. ഇനി നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ റിഗാർഡിങ് ഹ്യൂമൻ ബീങ്സ് നമ്മെ സംബന്ധിച്ചിടത്തോളം മറ്റു ചില റോളുകൾ, അതാണ് റോൾ ഓഫ് പോളൻ അതർ ദാൻ റീപ്രൊഡക്ഷൻ അല്ലാതെ പോളൻ ഗ്രെയിൻസിന്റെ മറ്റു റോളുകൾ എന്തെല്ലാമാണ്? ഒന്നാമത്തെ പ്രത്യേകത, ഈ പോളൻ ഗ്രെയിൻസ് ആർ റിച്ച് ഇൻ ന്യൂട്രിയൻസ്.
ഇതിൽ ഷുഗേഴ്സും അമിനോ ആസിഡ്സും വൈറ്റമിൻസ് ഒക്കെ നിറയെ കാണാം. അതുകൊണ്ടാണ് പോളൻ ഗ്രെയിൻസ് ആർ യൂസ്ഡ് ആസ് ഫുഡ് ഓർ ഫുഡ് സപ്ലിമെന്റ്. പോളൻ ഗ്രെയിൻസ് ആർ യൂസ്ഡ് ആസ് ഫുഡ് ഓർ ഫുഡ് സപ്ലിമെന്റ്സ്. അപ്പോൾ ഫുഡ് സപ്ലിമെന്റ് ആയിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും പോളൻ ടാബ്ലറ്റുകൾ, പോളൻ സിറപ്പൊക്കെ അവൈലബിൾ ആണ്. അങ്ങനെ പോളൻ ഗ്രെയിൻസിനെ ഫുഡായിട്ട് യൂസ് ചെയ്യേണ്ട കാരണം ഇറ്റ് ഈസ് റിച്ച് ഇൻ ന്യൂട്രിയൻസ്. അപ്പോൾ പോളൻ ഗ്രെയിൻസ് ആർ യൂസ്ഡ് ആസ് ഫുഡ് സപ്ലിമെന്റ്സ്. ഇനി മോഡേൺ റിസർച്ച് പറയുന്നത് നമ്മൾ അത്ലറ്റ്സിൻ്റെയും അതേപോലെ റേസ് ഹോഴ്സസിൻ്റെ ഒക്കെ പെർഫോമൻസ് ഇൻക്രീസ് ചെയ്യാൻ പറ്റും പോളൻ ബേസ്ഡ് ഫുഡ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്നും മോഡേൺ റിസർച്ച് പറയുന്നുണ്ട്. അപ്പം പോളൻ ഗ്രെയിനിൻ്റെ മറ്റ് 2 റോളുകൾ അല്ലെങ്കിൽ റീപ്രൊഡക്ഷൻ അല്ലാത്ത റോളിൽപ്പെട്ട ഒന്നാണ് പോളൻ ഗ്രെയിൻസ് ആർ യൂസ്ഡ് ആസ് ഫുഡ് സപ്ലിമെന്റ്സ്. പോളൻ ടാബ്ലറ്റ് അവൈലബിൾ ആണ്, പോളൻ സിറപ്പ് അവൈലബിൾ ആണ്. രണ്ടാമത് ചില പ്ലാന്റ്സിന്റെ പോളൻ ഗ്രെയിൻസ് അലർജി ഉണ്ടാക്കും. പോളൻസ് ഓഫ് സം പ്ലാന്റ് കോസസ് അലർജി. പോളൻസ് ഓഫ് സം പ്ലാന്റ് കോസസ് അലർജി. ചില പ്ലാന്റ്സിന്റെ പോളൻ ഗ്രെയിൻസ് നമ്മൾ ഇൻഹേൽ ചെയ്ത് കഴിഞ്ഞാൽ ചില പ്ലാന്റ്സിന്റെ പോളൻ ഗ്രെയിൻസ് എന്തുണ്ടാക്കാം? അലർജി ഉണ്ടാക്കാം. പോളൻസ് ഓഫ് സം പ്ലാന്റ്സ് കോസസ് അലർജി. അലർജി ആൻഡ് അതർ ബ്രോങ്കിയൽ ഡിസോർഡേഴ്സ്. അലർജി തുടങ്ങിയിട്ടുള്ള ആസ്മ പോലുള്ള അല്ലെങ്കിൽ ബ്രോങ്കൈറ്റിസ് പോലുള്ള മറ്റ് ഡിസോർഡേഴ്സും ഏതുവഴി ഫോം ചെയ്യാം? ചില പ്ലാന്റ്സിന്റെ പോളൻ ഗ്രെയിൻ ഫോം ചെയ്യാം. അതിന് എക്സാമ്പിൾ നമ്മുടെ ബുക്കിൽ പറയുന്നത് പാർത്തീനിയം എന്ന് പറയുന്ന ഒരു വീടാണ്. പാർത്തീനിയം അതിൻ്റെ ഇംഗ്ലീഷ് നെയിമാണ് ക്യാരറ്റ് ഗ്രാസ്. ക്യാരറ്റ് ഗ്രാസ് എന്ന് പറയുന്ന പാർത്തീനിയമാണ് പോളൻ അലർജി ഉണ്ടാക്കുന്ന ഒരു പ്ലാന്റിന് എക്സാമ്പിൾ. അപ്പോൾ റോൾ ഓഫ് പോളൻ അതർ ദാൻ റീപ്രൊഡക്ഷൻ. അപ്പോൾ നമ്മളിതുവരെ ചർച്ച ചെയ്ത കാര്യം പ്രീ ഫെർട്ടിലൈസേഷൻ ഈവൻസ് ആൻഡ് സ്ട്രക്ചേഴ്സിൽ മെയിൽ പാർട്ടാണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് സ്റ്റേമൺ ആണ്. സ്റ്റേമൺ അതിൻ്റെ സ്ട്രക്ചർ അറിയാം. ദെൻ മൈക്രോസ്പൊറാഞ്ചിയത്തിൻ്റെ സ്ട്രക്ചർ അവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആന്ത്രൻ്റെ സ്ട്രക്ചറും മൈക്രോസ്പൊറാഞ്ചിയത്തിൻ്റെ സ്ട്രക്ചർ, എസ്പെഷ്യലി 4 വാൾ ലെയേഴ്സും. അതോടൊപ്പം പോളൻ ഗ്രെയിൻസിന് ന്യൂട്രീഷൻ കൊടുക്കുന്ന ലെയർ ഏതാണ്? ടപ്പീറ്റം എന്ന് ഓർക്കുക. ദെൻ പിന്നെ നമ്മൾ പഠിച്ച ഡെവലപ്മെൻറ്റ് ഓഫ് മെയിൽ ഗാമറ്റോഫൈറ്റ്. അതൊരു 3 മാർക്കിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്. എങ്ങനെയാണ് പോളൻ മദർ സെൽസിൽ നിന്ന് മെയിൽ ഗാമറ്റോഫൈറ്റ് ആയ പോളൻ ഗ്രെയിൻസ് ഡെവലപ്പ് ചെയ്യുന്നത്? ആ 5 പോയിന്റ് വിത്ത് ഡയഗ്രാം. ദെൻ പിന്നെ നമ്മൾ പോളൻ ഗ്രെയിൻ്റെ സ്ട്രക്ചർ നോക്കി. പോളൻ ഗ്രെയിൻ്റെ സ്ട്രക്ചർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ലേബൽ ചെയ്യാനും. അതോടൊപ്പം അതിൽ എക്സൈൻ്റെയും ഇൻഡീൻ്റെയും കെമിക്കൽ കോമ്പോസിഷനും അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ പിന്നെ പോളൻ ഗ്രെയിൻസുമായി ബന്ധപ്പെട്ട പോളൻ വയബിലിറ്റി എന്താണ്, ക്രയോ പ്രിസർവേഷൻ എന്താണ്, അതോടൊപ്പം റോൾ ഓഫ് പോളൻ അതർ ദാൻ റീപ്രൊഡക്ഷൻ. ഇത്രയും കാര്യങ്ങൾ മെയിൽ സൈഡ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് ഫീമെയിൽ സൈഡാണ് നോക്കാനുള്ളത്. അത് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, താങ്ക് യു.